ബിജെപി അംഗത്വം സ്വീകരിച്ച് പത്മജ വേണുഗോപാൽ ബിജെപി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. വളരെ സന്തോഷമെന്ന് അംഗത്വം സ്വീകരിച്ച ശേഷം പത്മജ പ്രതികരിച്ചു. കോൺഗ്രസിൽ നേരിട്ടത് അവഗണന. വർഷങ്ങളായി കോൺഗ്രസുമായി അകൽച്ചയിൽ നിരവധി തവണ ഹൈക്കമാൻഡിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും പത്മജ വ്യക്തമാക്കി. മോദി ശക്തനായ പ്രധാനമന്ത്രിയെന്നും പത്മജ കൂട്ടിച്ചേർത്തു. ഞാൻ കുറേ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നാൻ നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അല്ല, പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, വളരെ സന്തോഷമെന്നാണ് പത്മജ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് BJP-യിൽ അംഗത്വം എടുത്ത ശേഷം അവർ വ്യക്തമാക്കിയത്? BJP ആസ്ഥാനത്തെത്തിയ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന ഘടകത്തിനുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. തനിക്ക് തന്റെ പിതാവ് K. കരുണാകരൻ നേരിട്ടതിന് സമാനമായ രീതിയിൽ വളരെ മോശം അനുഭവമാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായതെന്നും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിനെ പറ്റി പോലും ചിന്തിച്ചിരുന്നുവെന്ന് പോലും പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പുകഴ്ത്തുന്നതാണ് നമുക്ക് പത്മജയിൽ നിന്നും കാണാൻ സാധിച്ചത്. BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറാണ് പത്മജ വേണുഗോപാലിന് BJP അംഗത്വം നൽകിയത്. BJP-യുടെ ദേശീയ സെക്രട്ടറിയായ അരവിന്ദ് മേനോൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ രാത്രിയിൽ ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.